കോതമംഗലത്തെ കാട്ടാനയുടെ ആക്രമണത്തിൽ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധം തുടരുന്നു. ഇന്നലെ രാത്രി അറസ്റ്റിലായി ഇടക്കാല ജാമ്യം ലഭിച്ച DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, മാത്യു കുൽനാടൻ MLA എന്നിവരും സമരപന്തലിലുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അല്പസമയത്തിനകം സമരപന്തലിലെത്തും. കേസ് കോതമംഗലം മജിസ്ട്രേറ്റ് കോടതി വീണ്ടും പരിഗണിക്കും. പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളും പോലീസ് വാഹനം നശിപ്പിച്ചതിന്റെ ഉൾപ്പെടെ കണക്കും പോലീസ് കോടതിയിൽ ഹാജരാക്കും. പോരാട്ടം അവസാനിപ്പിക്കില്ലെന്നും വ്യക്തിപരമായി വേട്ടയാടാനാണ് ശ്രമമെന്നും ജാമ്യം കെട്ടി പുറത്തിറങ്ങിയ നേതാക്കൾ പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ SS ശരൺ ചേരുന്നുണ്ട്. ശരൺ, കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കുകയാണോ? പ്രതിപക്ഷ നേതാവ് എപ്പോൾ സമരപന്തലിലേക്ക് എത്തിച്ചേരും? ഇന്നലെ വൈകിട്ട് ആരംഭിച്ച അനിശ്ചിതകാല ഉപവാസ സമരം അത് പോലീസ് നടപടിയെ തുടർന്ന് ശക്തമാക്കുന്നതെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഏതായാലും നമ്മളുള്ളത് സമരപന്തലിലാണ്. ഇവിടെ ഇപ്പോൾ മാത്യു കുൽനാടൻ MLA മുഹമ്മദ് ഷിയാസ്, DC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അടക്കമുള്ളവർ ഇവിടെയുണ്ട്. ഇവരെ പ്രതിയാക്കിയാണ് കഴിഞ്ഞ ദിവസം പോലീസ് കേസെടുത്തിരുന്നത്. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം ഇവർക്ക് കോടതിയിലേക്ക് പോകേണ്ടതുണ്ട്. കോതമംഗലം കോടതിയാണ് ഈ കേസ് പരിഗണിക്കുക. ഇന്നലെ അർദ്ധരാത്രി ഇടക്കാല ജാമ്യം നേതാക്കൾക്ക് അനുവദിച്ചിരുന്നതാണ്. സ്വാഭാവികമായിട്ടും അവർ ഉന്നയിക്കുന്ന ആക്ഷേപം എന്ന് പറയുന്നത് ഇത്തിരി ധൃതി പിടിച്ചൊരു പോലീസ് നടപടി, അത് ഭരണകൂട ഭീകരത എന്നുള്ള ഒരു ആക്ഷേപം ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ സമരപന്തലിൽ അവർ നിലയുറപ്പിക്കുന്നത്. ഒപ്പം തന്നെ ഇതൊരു വലിയ ജനകീയ സമരമാക്കി മാറ്റാനുള്ള ശ്രമത്തിൽ കൂടിയാണ് കോൺഗ്രസ് ഉള്ളത്. പ്രത്യേകിച്ച് വർഷങ്ങളായി നേരത്തെ മുഹമ്മദ് ഷിയാസ് അടക്കമുള്ളവർ പറഞ്ഞതുപോലെ തന്നെ ഇത് വർഷങ്ങളായി ജനങ്ങൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. അതിന് ഒരു ഘട്ടത്തിലെ ശാശ്വത പരിഹാരം ഉണ്ടാകുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മന്ത്രി P രാജീവിന്റെ അധ്യക്ഷതയിൽ യോഗമൊക്കെ ചേർന്നിട്ടുണ്ടെങ്കിൽ പോലും ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുന്നില്ല. അങ്ങനെ സർക്കാർ തന്നെ പകച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ സർക്കാർ മുഖം തിരിച്ചു നിൽക്കുന്ന ഈ ഘട്ടത്തിൽ സർക്കാരിന്റെ കണ്ണ് തുറപ്പിക്കണമെന്നുണ്ടെങ്കിൽ ശക്തമായ സമരമാർഗങ്ങൾ വേണമെന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്നലെ ഇത്തരത്തിൽ മൃതദേഹം എടുത്തുകൊണ്ടുള്ള സമരത്തിലേക്ക് പോയെന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത്. പക്ഷേ പോലീസ് ശക്തമായ നടപടികളുമായിട്ട് ഒരു വശത്തു കൂടി മുന്നോട്ട് പോവുകയാണ്. 3 പ്രധാനപ്പെട്ട വകുപ്പുകൾ ആണ് ഇപ്പോൾ നേതാക്കൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഒന്ന്, മൃതദേഹത്തോട് അനാദരവാണ്. ഇതിന് പുറമെ പൊതുമുതൽ നശിപ്പിച്ചതിനും ആശുപത്രി സംരക്ഷണ നിയമപ്രകാരമുള്ള കേസും ഈ നേതാക്കൾക്കെതിരെ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രി നേതാക്കളെ സമരപന്തലിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നത്. ഇന്നലെ രാത്രി കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. അർദ്ധരാത്രിയായി തന്നെ ഇടക്കാല ജാമ്യം അനുവദിച്ചത്. പക്ഷേ ഈ വിശദമായ വാദം ഇതിൽ നടക്കേണ്ടതുണ്ട്. ഏതായാലും നേതാക്കൾ പ്രധാനമായും മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത് ധൃതി പിടിച്ചുള്ള നടപടിയാണ്. കാരണം ഈ കേസ് എടുത്തതിന് പിന്നാലെ പോലീസ് സ്റ്റേഷനിലെത്തി ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. എന്നാൽ ഒരു സൂചന പോലും നൽകാതെയാണ് അറസ്റ്റ് നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ധൃതി പിടിച്ചൊരു നടപടി എന്തിനാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്, അതിനൊരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയെന്നുള്ള ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. അത് കോടതിയിൽ നിന്ന് അവതരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ മൃതദേഹം, അതായത് പോലീസ് കസ്റ്റഡിയിലുള്ള മൃതദേഹമാണ് ഈ നേതാക്കൾ ഈ എടുത്തുകൊണ്ട് വന്ന് പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മോർച്ചറിയിലേക്ക് മാറ്റി, അതായത് ഈ പോസ്റ്റ്മോർട്ടത്തിനായി മോർച്ചറിയിലേക്ക് മാറ്റിയ മൃതദേഹമാണ്. ആ മൃതദേഹമാണ് പോലീസ് കസ്റ്റഡിയിലേക്ക് എടുത്തുകൊണ്ടുവന്ന് പ്രശ്നം നടത്തിയത്. ഒപ്പം തന്നെ പോലീസിന് നേരെ തട്ടിക്കയറുന്നു. ഒപ്പം ഈ നേതാക്കളെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ പ്രവർത്തകർ പോലീസ് വാഹനമടക്കം കത്തിക്കുന്ന നിലയിൽ, അല്ലെങ്കിൽ തകർക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇതിന്റെ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ വാഹനം തകർത്തതിന്റെ അടക്കമുള്ള പൊതുമുതൽ നശിപ്പിച്ചതിന്റെ കണക്കടക്കം കോടതിയിൽ ഹാജരാക്കാനും ഈ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ ഹാജരാക്കിക്കൊണ്ട് തന്നെ ഈ ജാമ്യത്തെ ശക്തമായി എതിർക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇപ്പോൾ പോലീസിന് മുന്നിലുള്ളത്. ഏതായാലും ഒരു വശത്ത് പോലീസ് നടപടി ശക്തമാക്കുമ്പോൾ പോലും ഈ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന നിലപാട് തന്നെ കോൺഗ്രസ് നേതാക്കൾ ഉറച്ചു നിൽക്കുകയാണ്. ആദ്യഘട്ടം എന്ന നിലയിൽ ഇപ്പോൾ പ്രാദേശിക നേതാക്കളെ എല്ലാം കൊണ്ടുവന്ന് വലിയ സമരത്തിലേക്ക് മാറ്റുന്നു. ഒപ്പം തന്നെ വൈകിട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൂടി എത്തുമ്പോൾ അത് വലിയൊരു സമരമാക്കി ആളിക്കത്തിക്കാനുള്ള ശ്രമത്തിൽ കൂടിയാണ് കോൺഗ്രസ് ഉള്ളത്. വൈകിട്ട് 5 മണിയോടുകൂടി പ്രതിപക്ഷ നേതാവ് ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം പ്രതിഷേധ പ്രകടനം അടക്കം നടത്താനും കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും ഈ വന്യമൃഗ ശല്യത്തിന്, ആക്രമണത്തിന് ശാശ്വതമായ പരിഹാരം കാണുന്നതുവരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിൽ തന്നെ കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണ്. ശരൺ, 2 മാസത്തിനിടെ ഇടുക്കിയിൽ മാത്രം 5 പേരുടെ ജീവനാണ് കാട്ടാനക്കലിയിൽ പൊലിഞ്ഞത്. അത് വലിയൊരു ജനകീയ പ്രശ്നമാണ്. അവിടുത്തെ മനുഷ്യരെ സംബന്ധിച്ച് അത് അവരുടെ ഒരു ജീവന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസിന്റെ പ്രതിഷേധത്തിന് ഒരു ജനകീയ സ്വഭാവം ഉണ്ടോ?
തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ പ്രതിഷേധത്തിന് ജനകീയ സ്വഭാവം എന്ന് ഉള്ളത് തന്നെയാണ് നേതാക്കൾ ഉയർത്തിക്കാട്ടുന്നത്. ഇതൊരു വൈകാരികമായ വിഷയം കൂടിയാണ്. ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്നൊരു വിഷയമാണ്. ഈ വിഷയം മുൻനിർത്തി ഒരു സമരം നടത്തില്ലെങ്കിൽ പിന്നെ എന്ത് വിഷയത്തിലാണ് സമരം നടത്തേണ്ടതെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ രേഷ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമുക്കറിയാം 5 പേർ ഇടുക്കിയിൽ മാത്രം മരിക്കുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം തന്നെ വയനാട്ടിലുണ്ടായ വലിയ പ്രതിഷേധം നമ്മൾ കണ്ടിരുന്നതാണ്. പക്ഷേ ഇതിനൊക്കെ ഒരു പരിഹാരം കാണാമെന്നുള്ള ഉറപ്പ് മാത്രമാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നുള്ളതാണ് കോൺഗ്രസിന്റെ വിമർശനം. അതിനപ്പുറമുള്ള ഒരു നടപടിയും എടുക്കാൻ അവർ തയ്യാറാകുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മന്ത്രി പി രാജീവിന്റെ അധ്യക്ഷതയിൽ ഈ കോതമംഗലം അടക്കമുള്ള വിവിധയിടങ്ങളിൽ ഈ കാട്ടാന ശല്യം രൂക്ഷമാകുമ്പോൾ ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്നത് അല്ലെങ്കിൽ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോഴൊക്കെ മന്ത്രി പി രാജീവിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് നടപടികൾ സ്വീകരിക്കാൻ തീരുമാനമായിരുന്നതാണ്. പക്ഷേ തുടർ നടപടികളിലേക്ക് ഒന്നും തന്നെ കടക്കുന്നില്ല. അങ്ങനെ വലിയൊരു ഭീഷണി ആ പ്രദേശത്തുള്ള ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതിന് ഒരു ശാശ്വതമായ പരിഹാരം കാണേണ്ടതുണ്ട്. എന്തായാലും ഈ ശാശ്വതമായ പരിഹാരം കാണുന്നത് വരെ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടതില്ല. ഈ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ സർക്കാർ ഇടപെടൂ എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത്. നേരത്തെ നമ്മൾ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ശക്തമായ മാർഗങ്ങൾ സ്വീകരിക്കുമ്പോൾ മാത്രം സർക്കാർ ഇടപെടുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ സമരമാർഗങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. അതിനുള്ള തുടർ നടപടികളിലേക്ക് കൂടിയാണ് കോൺഗ്രസ് പോകുന്നത്. എന്തായാലും ഇപ്പോൾ അവർ ഏത് രീതിയിലാണ്, ഇന്നലെ അറസ്റ്റിന് പിന്നാലെ ഈ സമരം പൊളിക്കാനുള്ള വലിയ ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായെന്നുള്ളതാണ് കോൺഗ്രസ് ഉന്നയിച്ചിരുന്ന ആക്ഷേപം. എന്നാൽ ഇന്ന് രാവിലെ നമുക്ക് കാണാൻ കഴിയുന്നത് കൂടുതൽ ആളുകൾ വിവിധ ഇടങ്ങളിൽ നിന്നും കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകരെ എത്തിച്ചുകൊണ്ട് ഈ സമരം ശക്തമാക്കാനുള്ള തീരുമാനം. ഒപ്പം തന്നെ ഈ സമരത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി തുടങ്ങി വെച്ചൊരു സമരത്തെ അത് ജനകീയ സമരമാക്കി മാറ്റാനുള്ള ശ്രമം, കൂടുതൽ ആളുകളെ ഈ വന്യമൃഗ ശല്യം അല്ലെങ്കിൽ ആക്രമണം നേരിടുന്ന പ്രദേശങ്ങളിലുള്ള കൂടുതൽ ആളുകളെ എത്തിച്ച് ഈ ജനകീയ സമരമാക്കി മാറ്റാനുള്ള ശ്രമം കൂടിയാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്നത്. കൂടുതൽ നേതാക്കൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വൈകിട്ടോടെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇവിടേക്ക് എത്തും. ഒപ്പം തന്നെയാണ് ഒരു വശത്ത് കോടതി നടപടികൾ. അല്പസമയത്തിനകം തന്നെ കോതമംഗലം കോടതി ഈ കേസ് പരിഗണിക്കും. ഞാൻ സൂചിപ്പിച്ച പോലെ പ്രധാനപ്പെട്ട 3 വകുപ്പുകളാണ് നേതാക്കൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. മൃതദേഹത്തോട് അനാദരവ് കാണിച്ചതിനും പൊതുമുതൽ നശിപ്പിച്ചതിനും ആശുപത്രി സംരക്ഷണ നിയമപ്രകാരവും നേതാക്കൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ആയതിനാൽ തന്നെ അത്തരത്തിൽ ശക്തമായ നടപടികളിലേക്ക് പോലീസ് കടക്കുകയായിരുന്നു. എന്തായാലും പോലീസ് നടപടിയിൽ വലിയ പ്രതിഷേധം ഇപ്പോഴും ഉയരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായി മാറുന്നത്. എത്ര വലിയ പോലീസ് നടപടി ഉണ്ടായിക്കഴിഞ്ഞാലും അതിനെ ശക്തമായി തന്നെ നേരിടുക, അല്ലെങ്കിൽ അതിനെ വകവയ്ക്കാതെ തന്നെ സമരവുമായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ശരി.